Hi everybody. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൾട്ടിമേറ്റ് ട്രേഡിംഗ് കോഴ്സിൻ്റെ സെക്കൻഡ് പാർട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും അത് കാണാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാം. അത് കണ്ടിട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് വരിക. അപ്പോൾ നമ്മളിത് ബിഗിനേഴ്സിന് വേണ്ടി കൊടുക്കുന്ന കോഴ്സാണ്. അപ്പോൾ അതിനകത്ത് എന്താണ് സ്റ്റോക്ക്, എന്താണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച്, എങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്, നമ്മൾ ബൈ ചെയ്യേണ്ടത് എവിടെയാണ്, സെല്ല് ചെയ്യേണ്ടത് എവിടെയാണ്, എന്തൊക്കെ ടൈപ്പ് ഓർഡറുകളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുമ്പ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അഞ്ജന. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു എന്താണ് ഒരു സ്റ്റോക്ക്. നമ്മൾ ആ സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പാർട്ട്ണർ ആവുകയാണോ ഓണർ ആവുകയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, നമുക്കൊരു ബ്രോക്കർ ഉണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, നമുക്കത് ബൈ ചെയ്യാം, നമുക്കതിന് ഓർഡേഴ്സ് ഇടാം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റോക്കിനെ നമ്മൾ അനലൈസ് ചെയ്യാൻ എന്നുള്ളതാണ്. നമുക്ക് രണ്ട് തരത്തിൽ ഒരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്യാം. നമുക്ക് ഫണ്ടമെൻ്റലി അനലൈസ് ചെയ്യാം, അതേപോലെ ടെക്നിക്കലിയും അനലൈസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്, എന്താണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷനിലേക്ക് നമുക്ക് കിടക്കാം. ഇത് അൾട്ടിമേറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് കോഴ്സ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തു. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റോക്കിനെ അനലൈസ് ചെയ്യുക? അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താം, അതേപോലെ ടെക്നിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റോക്കിനെ നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് സ്റ്റോക്കിനെ ഫണ്ടമെൻ്റലി നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ടൈപ്പിൽ ചെയ്യാം. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും ഒന്ന് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. രണ്ട് ടേമും ഏകദേശം കേൾക്കാൻ സിമിലറാണ്. പക്ഷേ എന്താണ്, ഒന്ന് ക്വാണ്ടിറ്റി ബേസ് ചെയ്ത് വരുന്നത്, അതിനകത്ത് നമ്പേഴ്സ്, ഫിഗേഴ്സ്, അതായത് നമ്മുടെ ക്യാഷ് ഫ്ലോ, സെയിൽസ്, ഗ്രോത്ത്, പ്രോഫിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. മറ്റേത് വരുന്നത് എന്താണ്, ക്വാളിറ്റി. ഫസ്റ്റ് നമുക്ക് എന്താണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് ക്വാണ്ടിറ്റി ആയിട്ട് വരില്ല, അതായത് നമ്പേഴ്സ് കാര്യങ്ങളൊന്നും വരില്ല. എത്രയാണ് കമ്പനിയുടെ പ്രോഫിറ്റ്, കമ്പനീൻ്റെ ഗ്രോത്ത് എന്ന കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, ക്വാളിറ്റിയിൽ വരുന്നില്ല. അപ്പം നമ്മൾ പറയും ഒരു കമ്പനി അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ഒരു സാധനം ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറയാൻ നേരത്ത് നമ്മൾ അതിൻ്റെ എണ്ണത്തിലല്ല നമ്മൾ നോക്കുന്നത്, അതിൻ്റെ ക്വാളിറ്റിയാണ് നോക്കുന്നത്. അതേപോലെ ടെക്നോളജി ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും എന്തായിരിക്കണം, നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ള രീതിയിൽ നമ്മളുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ട്, ഇപ്പം പഴയത് ടെക്നോളജി തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. പക്ഷേ ഈ ടെക്നോളജി നമ്മൾ എന്ത് ചെയ്യാം, മാറ്റി മാറ്റി കൺസ്യൂമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുവരുന്നതാണ് ടെക്നോളജി ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇക്കണോമിക് മോഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ബ്രാൻഡ് വാല്യൂ. ചില നമ്മൾ പറയും ഡ്രസ്സുകൾ, അതേപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടേഴ്സ്, എല്ലാത്തിനും ചിലതെല്ലാം ബ്രാൻഡഡ് ആണ്. അതെന്ന് പറയുന്നത് എന്താ, ഒരു ക്വാളിറ്റിയാണ് അല്ലേ. ആ ക്വാളിറ്റിയിൽ നമ്മുടെ അനാലിസിസ് ചെയ്യുകയാണ് എങ്ങനെയായിരിക്കും ഈ പ്രൊഡക്റ്റ് എന്നുള്ള കാര്യം. ഓക്കെ, പിന്നെ വരുന്നത് ഒരു നല്ല മാനേജ്മെൻറ്റ്. കുറേ സ്റ്റാഫ് ഉണ്ടായിട്ട് എന്താ ഒരു കാര്യമില്ല, പക്ഷേ ഒരു നല്ല മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ കമ്പനീൻ്റെ ഗ്രോത്ത് എപ്പോഴും ഇങ്ങോട്ടേക്കായിരിക്കും, മുമ്പിലോട്ടായിരിക്കും. അതായത് അതിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും, നല്ല ക്വാളിറ്റി ഉള്ള ഒരു കമ്പനിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമുക്ക് ഒരു ക്വാളിറ്റീവ് അനാലിസിസ് നടത്താനായിട്ട് പറ്റുന്നത്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഇത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അടുത്ത ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണെന്ത്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്താണെന്ന് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, അതിന് നമ്പേഴ്സ്, ക്വാണ്ടിറ്റി എന്ന് നോക്കുകയാണ്. അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത്, അസറ്റ്, ലയബിലിറ്റി, റവന്യൂ, സെയിൽസ് ഗ്രോത്ത്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്പേഴ്സ്, ഇതെല്ലാം എന്താണ് നമ്പേഴ്സിൽ വരുന്ന ക്വാണ്ടിറ്റിയാണ് അല്ലേ. ഇപ്പം ക്വാണ്ടിറ്റി ഗ്രോത്ത് ചെയ്യുന്നുണ്ടോ, പ്രോഫിറ്റ് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, കമ്പനീൻ്റെ റവന്യൂ കൂടുന്നുണ്ടോ, അതുപോലെ ഡെപ്ത് കുറയുന്നുണ്ടോ, ഇതെല്ലാം എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്പർ നമ്മൾ കണക്കാക്കുന്നില്ല, പക്ഷേ ക്വാണ്ടിറ്റി വരുമ്പോൾ എന്താണ്, ഈ പറഞ്ഞ ഒരു കമ്പനീൻ്റെ ഫണ്ടമെൻ്റലി ഒരു കമ്പനി സ്ട്രോങ് ആണോ നോക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. റേഷ്യോസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ വീഡിയോയിൽ. അതായത് അതിൻ്റെ P/E റേഷ്യോ എങ്ങനെയാണ്, ഇബിറ്റ എങ്ങനെയാണ്, സെയിൽസ് ഗ്രോത്ത് എങ്ങനെയാണ്,
അതിന് ഇപ്പം പ്രൊമോട്ടർ ഹോൾഡിംഗ് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ക്വാണ്ടിറ്റി ബേസിൽ അനാലിസിസ് ചെയ്യുവാണ്. അപ്പോൾ ഈ നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്തൊക്കെ ടൈപ്പാണുള്ളത്? 2 ടൈപ്പാണ്. ഒന്ന് ക്വാളിറ്റേറ്റീവ് അനാലിസിസും ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലേ? ആണ് ഒരു കമ്പനിയെ നമ്മൾ ഫണ്ടമെൻ്റലി അനലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എങ്ങനെയാണ് ഒരു കമ്പനീനെ ടെക്നിക്കലി നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെക്നിക്കലി നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻലി നോക്കുന്ന കാര്യങ്ങളാണ് ട്രെൻഡ്, ഏരിയ ഓഫ് വാല്യൂ, അതുപോലെ എൻട്രി, ട്രിഗർ എന്നൊക്കെ പറയുന്ന കാര്യം. ഈ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ട്രെൻഡ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് എടുക്കുകയാണ്. അപ്പോൾ സ്റ്റോക്ക് എടുക്കുമ്പോൾ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ വെച്ചിട്ടാണ് ഈ ട്രെൻഡ് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിനും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് നമ്മളുടെ സ്റ്റോക്ക് അപ്പ് ട്രെൻഡിലാണോ അതോ ഡൗൺ ട്രെൻഡിലാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഹയർ ഹൈസ് ആൻഡ് അപ്പ് ട്രെൻഡ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സ്റ്റോക്ക് മേലോട്ടാണോ പോകുന്നത് എന്നുള്ള കാര്യമാണ്. അതായത് ഹയർ ഹൈയും ഹയർ ലോയും ആണോ അതുണ്ടാക്കുന്നത്. അതായത് ഫസ്റ്റ് ഡയഗ്രാമിൽ നമുക്ക് കാണുന്നില്ലേ? അപ്പോൾ അത് ഫസ്റ്റ് ഡയഗ്രാം എന്താണ്? ആദ്യം അത് മേലെ സ്റ്റോക്ക് പോകുന്നു, പിന്നെ താഴോട്ട് വരുന്നു. പക്ഷേ അതെന്താണ്? ആ ഹൈസ് മേലോട്ടും ലോസും മേലോട്ട് തന്നെയാണ് പോകുന്നത്. അതായത് ആ സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്ത് ട്രെൻഡിലാണ്? അപ്പ് ട്രെൻഡിലാണ് പോകുന്നത്. സെക്കൻഡ് വരുന്ന ട്രെൻഡാണ് ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്. അതായത് അവരുണ്ടാക്കുന്നത് എന്താ? ലോവർ ഹൈസും ലോവർ ലോസുമാണ് ഡൗൺ ട്രെൻഡിൽ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ഒരു സ്റ്റോക്ക് വാങ്ങേണ്ടത് അപ്പ് ട്രെൻഡിലാണ്. ഡൗൺ ട്രെൻഡിലുള്ള സ്റ്റോക്കിൽ നമ്മൾ വാങ്ങരുത്. കാരണം എന്ന് പറഞ്ഞാൽ അതെപ്പോഴും എന്താണ്? താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് അത് പ്രൈസ് കുറഞ്ഞപ്പോൾ നമ്മളത് വാങ്ങി എന്ന രീതിയിലല്ല. എപ്പോഴും നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ എപ്പോഴും അപ്പ് ട്രെൻഡിലിരിക്കുന്ന സ്റ്റോക്കുകളെയാണ് നമ്മൾ വാങ്ങേണ്ടത്. പിന്നെ 200 പീരീഡ് മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞത് അല്ലേ, അതും ഒരു സപ്പോർട്ട് അതേപോലെ റെസിസ്റ്റൻസ് കാണിക്കുന്ന കാര്യമാണ് ഈ 200 മൂവിങ് ആവറേജിൻ്റെ കാര്യം. അതെന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്ററാണ്. നമ്മുടെ സ്റ്റോക്ക് നമ്മൾ നോക്കാൻ ടെക്നിക്കലി അനലൈസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ചാർട്ടുകളിൽ നമുക്ക് കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാകും. അതിലൊന്നാണ് 200 EMA എന്ന് പറയുന്നത്. ഈ 200 EMA എന്ന് പറയുന്നത് എന്താ? മേലേക്ക് പോകുന്ന ട്രെൻഡുകൾ, അതായത് ബിലോ ഈ 200 EMA ലൈൻ, ഈ ട്രെൻഡിന് താഴെ കൂടി ലൈൻ പോകുന്ന കണ്ടില്ലേ? അപ്പോഴാണ് എന്താണ്? അതൊരു സപ്പോർട്ടാണ്. അതായത് അത് അപ്പ് ട്രെൻഡിലാണ് പോകുന്നത്. ഇനി നേരെ ഓപ്പോസിറ്റ് വരുന്ന കേസ് വരുമ്പോൾ എന്തായിരിക്കും? അത് ഡൗൺ ട്രെൻഡിലായിരിക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. അത് വരുമ്പോൾ എങ്ങനെയായിരിക്കും? കണ്ടു. അപ്പോൾ ഈ റെഡ് ലൈൻ പോകുന്നതാണ് ഈ 200 EMAയുടെ കാണിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ആ ട്രെൻഡ് എന്ന് പറയുന്നത് ഡൗൺ ട്രെൻഡ് ആണെന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇതാണ് 200 EMAയും അതേപോലെ തന്നെ അപ്പ് ട്രെൻഡ് എന്താണ്, ഡൗൺ ട്രെൻഡ് എന്താണ് എന്ന കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആക്കി തരുന്നത്. അപ്പോൾ ഹയർ ഹൈസും അതുപോലെ ഹയർ ലോസും ഉണ്ടാക്കുന്നത് എന്താണ്? അപ്പ് ട്രെൻഡാണ്. ലോവർ ഹൈസും ലോവർ ലോസും ഉണ്ടാക്കുന്നത് എന്താണ്? ഒരു ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോഴും നമ്മൾ ബൈ ചെയ്യേണ്ടത് അപ്പ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളെയാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? ബൈ ചെയ്യേണ്ടത്. ഇനി നമ്മൾ പറഞ്ഞു നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടെക്നിക്കലി ഒരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ, എങ്ങനെയാണ് അതിനെ റീഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഇപ്പം നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിലും ഉണ്ടാവും, അതേപോലെ ഒരു ബെയറിഷ് ക്യാൻഡിലും ഉണ്ടാവും. ഓക്കെ, ബുള്ളിഷ് ക്യാൻഡിൽ എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്രീൻ കളർ. നമുക്ക് കളേഴ്സ് എന്ത് വേണേലും നമ്മൾക്ക് ഇഷ്ടമുള്ള തീം നമുക്ക് കൊടുക്കാം. പക്ഷെ മോസ്റ്റ്ലി എല്ലാവരും കൊടുക്കുന്നത് ഗ്രീനാണ്. അപ്പം ബുള്ളിഷ് ക്യാൻഡിലുണ്ടാവും, നമുക്കൊരു ബെയറിഷ് ക്യാൻഡിലുണ്ടാവും. അപ്പോൾ ബുള്ളിഷ് ക്യാൻഡിൽ എപ്പോഴും ഓപ്പൺ ചെയ്യുന്നത് എവിടെയാണ്? താഴെയാണ്. ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ടല്ലോ, ഈ താഴെ ഇതാണ് ഓപ്പണിംഗ് വരുന്നത്. താഴെ വന്നു, അത് ലോ വരെ പോയി, പിന്നെ അത് മേലെ ഹൈ ക്രോസ് ചെയ്തു, പിന്നെ അത് ക്ലോസിങ് പോയിൻ്റാണ് ഇത് അടുത്തത് കാണിക്കുന്നത്. പക്ഷേ ബെയറിഷ് ക്യാൻഡിലിൻ്റെ കേസ് എങ്ങനെയാണ്? നേരെ ഓപ്പോസിറ്റാണ്. അത് ഓപ്പൺ ചെയ്യുന്നത് എവിടെയാണ്? അതിൻ്റെ മേലെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അതായത് ബെയറിഷ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ പ്രൈസ് താഴോട്ടാണ് വരുന്നത് അല്ലേ? അപ്പം മേലെ ഓപ്പൺ ചെയ്തിട്ടായിരിക്കും എന്ത് വരിക? താഴെ ക്ലോസിങ് വരിക. ഈ ഹാമർ അതേപോലെ ഷൂട്ടിംഗ് സ്റ്റാർ എന്നൊക്കെ പറയുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മളുടെ ട്രേഡിങ്, നമ്മൾ സ്റ്റോക്ക് ട്രേഡിങ് ചെയ്യാൻ നേരത്ത് ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ഈ ക്യാൻഡിൽസിനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒത്തിരി ക്യാൻഡിൽസ് ഉണ്ട് ഈ ക്യാൻഡിൽ സ്റ്റിക്കിന്. ഇപ്പോൾ പാറ്റേൺസ് ഉണ്ട്, അതേപോലെ ക്യാൻഡിൽസും ഉണ്ട്. ഈ പാറ്റേൺസും ക്യാൻഡിൽസും വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഡേ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക്
പാറ്റേണും ക്യാൻഡിൽ ഉപയോഗിക്കാം. അതേപോലെ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നിടത്തും ഈ പാറ്റേൺസും ക്യാൻഡിൽസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണും എന്താണ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ, എന്തൊക്കെയാണ് ക്യാൻഡിൽ സ്റ്റിക്കിൽ വരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറഞ്ഞല്ലോ ട്രെൻഡ്, അതേപോലെ ഏരിയ ഓഫ് വാല്യൂ, എൻട്രി ട്രിഗർ, ഈ ഒരു ഫ്രെയിം വർക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രെൻഡ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. അതായത് പ്രൈസ് എബോവ് 200 EMA വരുമ്പോൾ അതെന്താണ്, അപ്പ് ട്രെൻഡിലാണ്. ഓക്കെ, പ്രൈസ് ബിലോ 200 MA വരുമ്പം അതെന്താണ്, ഡൗൺ ട്രെൻഡിലാണ്. ഏരിയ ഓഫ് വാല്യൂ എന്ന് പറയുന്നത്, അതായത് നമുക്ക് സപ്പോർട്ട്, റെസിസ്റ്റൻസ്, മൂവിങ് ആവറേജ് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ. അതേപോലെ ട്രെൻഡ് ലൈൻ നമ്മൾ കണ്ടു എന്താണെന്നുള്ളത്. അപ്പം ഈ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോഴും ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുമ്പോഴും ഇതെല്ലാം എന്താണ്, ഒരു ഏരിയ ഓഫ് വാല്യൂ എന്ന് പറയും. ഇപ്പം ഒരു സ്റ്റോക്ക് ഇപ്പം നമ്മൾ കാണിക്കുന്ന പോലെ താഴേന്ന് മേലേക്ക് പോകുന്നു, പിന്നെ അത് പോകുന്നു, ഒരു റേഞ്ച് ഉണ്ടാക്കുവാണ്. അപ്പം ഈ മേലത്തെ റേഞ്ചിന് പറയുന്നതാണ് എന്ത് പറയുന്നത്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. താഴത്തെ ഏരിയ ആണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഒരു എൻട്രി ട്രിഗർ എടുക്കുന്നുണ്ട്. ഈ എൻട്രി ട്രിഗർ എപ്പോഴും നമ്മൾ എടുക്കുന്നത് എപ്പോഴാണ്, എപ്പോഴും ഈ റെസിസ്റ്റൻസിന് നമുക്ക് ബ്രേക്ക് ഔട്ട് തരുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു എന്താണ്, ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിലൊരു റിവേഴ്സൽ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് എൻട്രി നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതായത് ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമ്പം നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ എന്ത് ചെയ്യാം, ആ സ്റ്റോക്ക് നമുക്ക് നല്ല വോളിയം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. അല്ല, നമുക്കൊരു പാറ്റേൺ ഉണ്ടാക്കി ഒരു റിവേഴ്സൽ പാറ്റേൺ ഉണ്ടാക്കുകയാണ്, ഒന്നെങ്കിൽ ഒരു കപ്പ് വിത്ത് ഹാൻഡിൽ അല്ലെങ്കിൽ ഫ്ലാഗ് ആൻഡ് പോൾ, ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഒക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ പാറ്റേൺസിൻ്റെ ഒക്കെ എൻട്രി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എവിടെ എൻട്രി എടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തീരുമാനിക്കാം. പിന്നെ നമ്മൾ ഒരു ബിഗിനർ ആയിരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് വെക്കേണ്ട ഒരു കാര്യമാണ് ഈ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം. കാരണം നമ്മൾ റിയൽ മണി വെച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും ട്രേഡ് ചെയ്യുക അല്ലേ. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മണി മാർക്കറ്റിൽ ലൂസ് ചെയ്യാതെ നമുക്ക് ട്രേഡ് ചെയ്യുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിസ്ക് മാനേജ്മെൻറ്റ് എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് 1:2 എന്നുള്ള രീതിയിൽ എന്താണ്, റിസ്ക് റിവാർഡ് റേഷ്യോ കൺസിഡർ ചെയ്യാം. അതായത് 1 രൂപ മുടക്കിയാൽ നമുക്ക് എത്ര രൂപ കിട്ടണം, 2 രൂപ കിട്ടണം എന്നുള്ള രീതിയിൽ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് എന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം നമുക്കൊരു ബ്രേക്ക് ഔട്ട് തന്നു, പക്ഷെ അതൊരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന സ്റ്റോക്ക് താഴോട്ട് പോകും. ആ താഴോട്ട് പോകുമ്പോൾ എന്താ, നമ്മുടെ മണി ലൂസ് ചെയ്യാണ്. അപ്പോൾ ഈ മണി ലൂസ് ചെയ്യാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊരു ഇത്ര തുക, നമ്മുടെ ഒരു 1% നമുക്ക് ലൂസ് ചെയ്യാവുന്ന രീതിയിലാണെങ്കിൽ നമ്മളവിടെ ഒരു സ്റ്റോപ്പ് ലോസ് എന്നുള്ള സാധനം നമ്മളവിടെ കൺസിഡർ ചെയ്യണം. മെയിൻലി എല്ലാവരും ആ ഒരു സ്വിങ് ലോയിലാണ് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെക്കുക. അപ്പോൾ പലരും പല രീതിയിലാണ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നവരുണ്ട്, പോയിൻ്റ് വെച്ച് സ്റ്റോപ്പ് ലോസ് വെക്കുന്നവരുണ്ട്. അപ്പോൾ എന്താണ് സ്റ്റോപ്പ് ലോസ്, എവിടെയാണ് എൻട്രി കാര്യങ്ങൾ, ടെക്നിക്കൽ അനാലിസിസ് ബേസ് ചെയ്തൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും, ടെക്നിക്കൽ അനാലിസിസിൻ്റെ മാത്രം. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യാൻ പഠിക്കേണ്ടതും ബിഗിനേഴ്സിന് വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്ത് നമ്മൾ ട്രേഡിംഗ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡേ ട്രേഡിംഗ് ഉണ്ട്, സ്വിംഗ് ട്രേഡിംഗ് ഉണ്ട്, പൊസിഷൻ ട്രേഡിംഗ് ഉണ്ട്. അപ്പോൾ ഈ 3 ടൈപ്പ് മെത്തേഡ് ഓഫ് ട്രേഡിങ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഡേ ട്രേഡിങ്ങിനെ കുറിച്ചാണ്. ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇൻട്രാഡേ ട്രേഡിംഗ് എന്നും കൂടി അതിനെ പറയും. അതായത് അന്നത്തെ ദിവസം നമ്മൾ വാങ്ങി അന്നത്തെ ദിവസം നമ്മൾ വിൽക്കുക, അല്ലെങ്കിൽ അന്നത്തെ ദിവസം സെല് ചെയ്ത് തന്നെ അന്ന് തന്നെ ഒരു ദിവസം കൂടെ നമ്മൾ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, ഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡേ ട്രേഡിങ്ങിൽ നമുക്ക് ചാർട്ട് നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ എപ്പോഴും 1 അവറിൻ്റെ ചാർട്ട് അല്ലെങ്കിൽ അതിൽ താഴെ നമ്മൾ 5 മിനിറ്റ്, 15 മിനിറ്റ്, 1 അവർ എന്നുള്ള ചാർട്ടിൻ്റെ ടൈം ഫ്രെയിം വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അന്നത്തെ ആ ഒരു ഡേയിൻ്റെ വൊളറ്റാലിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മേലേക്കാണോ താഴേക്കാണോ നമുക്ക് സെല്ല് ഷോർട്ട് ചെയ്യാനോ അതാണോ ലോങ് പൊസിഷൻ എടുക്കാനോ വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കൂടുതൽ എളുപ്പമാണ്, പക്ഷേ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരിക്കും. കാരണം നമ്മളിത് നോക്കി ചാർട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, എങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ പ്രഷർ ഒത്തിരി കൂടാനുള്ള സാധ്യതയാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിനുള്ളത്. രണ്ടാമത് വരുന്ന ട്രേഡിംഗ് ആണെന്ത്, സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സ്വിംഗ് ട്രേഡിങ്ങിൽ നമുക്ക് ഡെയിലി ചാർട്ടും അതുപോലെ 1 അവർ ചാർട്ട് ബിറ്റ്വീൻ 4 അവറിൻ്റെ എടുക്കാം, 1 അവറിൻ്റെ എടുക്കാം, ഡേ ചാർട്ട് കാര്യങ്ങളെല്ലാം നോക്കി ഒരു റേഞ്ച്
റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ എവിടെ നിന്നാണ് നമുക്ക് ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് എന്ത് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൊസിഷൻ ട്രേഡിംഗ് ഉണ്ട്. പൊസിഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പൊസിഷൻ ട്രേഡിംഗ് എടുക്കും. അതിനുവേണ്ടി നമ്മൾ ഡെയിലി അതുപോലെ വീക്ക് ചാർട്ടൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇട്ട പൊസിഷൻ ഇന്ന റേഞ്ചിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ എന്തെടുക്കും, നമ്മൾ അവിടെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് സാധ്യതയുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊസിഷൻ ട്രേഡിംഗ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ എപ്പോഴും നമ്മൾ ട്രേഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ചെറിയ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, മാർക്കറ്റ് നമ്മൾ ട്രേഡ് ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ് എപ്പോഴും എന്ത് ചെയ്യരുത്, ആ ട്രേഡിൻ്റെ പിന്നാലെ നമ്മൾ ഓടാൻ വേണ്ടിയിട്ട് പോകരുത്. അതായത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ഒരു മാർക്കറ്റിനെ ചേസ് ചെയ്യാതെ നമ്മൾ നമ്മുടെ കൺട്രോളിലായിരിക്കണം എന്ത് വേണ്ടത്, മാർക്കറ്റ്. പിന്നെ നമ്മൾ എപ്പോഴും അതിന് പുറകെ ചെറിയ എമൗണ്ട് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതായത് നമുക്ക് ബിഗിനർ ആണ്, അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ മെല്ലെ വേണം എന്ത് ചെയ്യാൻ, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ മെല്ലെ എന്ത് ചെയ്യണം, നമ്മുടെ ട്രേഡിംഗ് കരിയർ നമ്മൾ കുറച്ച് എമൗണ്ട് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ മെയിൻലി ഒരു കാര്യം നമ്മൾ വേറെ നോക്കേണ്ടതാണ്, നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ബിഗിനർ എന്ന രീതിയിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം നിങ്ങൾ മുഴുവനായിട്ട് മിസ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.